ഹലോ, എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വറ്റ ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, നാരങ്ങാ നീര്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മസാല നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മിക്സ് ചെയ്ത മസാല മീനകത്തേക്ക് നന്നായി പുരട്ടി കൊടുക്കാം. വലിപ്പം കൂടിയ മീനാണ്, അതുകൊണ്ട് തന്നെ നന്നായി മസാല പിടിക്കുന്ന രീതിയിൽ രണ്ട് പുറവും മറിച്ച് മസാല തേച്ച് കൊടുക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര കിലോ ഏകദേശം കൂടുതലുണ്ട്. ഒരു 600 ഗ്രാം വറ്റയാണ് എടുത്തിരിക്കുന്നത്. വലിയ വറ്റയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് തന്നെ കൊള്ളുന്ന രീതിയിലുള്ള വറ്റയാണ്. ഫുൾ പ്ലേറ്റിൽ തന്നെ അത് ഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലിയൊരു വറ്റയാണ്. അതുകൊണ്ട് തന്നെ മസാല ഇട്ടതിന് ശേഷം കത്തിയുടെ മുന വെച്ച് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ഉള്ളിൽ മസാല പിടിക്കുകയും പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ്. അല്ലാത്ത പക്ഷം വെന്ത് കിട്ടാൻ ലേശം വിഷമാണ്. അപ്പോൾ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കത്തി വെച്ച് ഇങ്ങനെ കട്ടി കൂടിയ പീസായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉള്ളിൽ മസാല പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇത് നമുക്ക് അതിൽ പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മീൻ അതിൽ പതുക്കെ വെച്ച് കൊടുക്കാം. ഈ ഒരു മീൻ തന്നെ നമുക്ക് ലേശം കോട്ടിങ്ങൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്രില്ലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന രീതിയാണ് ഫിഷ് ഫ്രൈ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ വലിയൊരു മീൻ കിട്ടിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വറ്റ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡൊക്കെ മറിച്ചിട്ടു നല്ല രീതിയിൽ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വറ്റ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.